അതുപോലെ ഈ ജില്ലകളിൽ 14 ജില്ലകളിലും പരിപാടി ഉണ്ടാവുമല്ലോ. ഈ 14 ജില്ലകളിലുമുള്ള ഈ ചെറു കച്ചവടക്കാരുടെ അവസ്ഥ, ഈ പരിപാടി നടക്കുന്നതിന്റെ അന്ന് അവരുടെ വീട് പട്ടിണിയാണ്. ഈ ഡെയിലി ഈ പലിശയ്ക്കൊക്കെ പൈസ എടുക്കുന്നവർ കാണും, ഡെയിലി അടവൊക്കെ ഉള്ളവർ കാണും. ഇവരുടെ അന്നത്തെ പൈസ മുടങ്ങി, അന്നത്തെ അവരുടെ കുടുംബത്തിന്റെ ആശ്രയം പോയി. അപ്പൊ എന്തൊക്കെ കോലാഹലങ്ങൾ ഇനി നമ്മൾ കാണേണ്ടി വരും. ഈ 1.5 കോടിക്ക് പുറമെ ജനജീവിതം ദുസ്സഹമാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇനി കാണേണ്ടിയിരിക്കുന്നത്. അതായത് പണ്ട് കരുണാകരൻ പോകുന്ന റോഡിൽ ഇറങ്ങാൻ ആൾക്കാർക്ക് പേടിയായിരുന്നു. കാരണം വണ്ടി ആ രീതിയിൽ ആ സ്പീഡിലാണ് പോകുന്നത്. കരുണാകരന് രാവിലെ ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തണം. ആ രീതിയിൽ പായുന്ന പോലെയാണ് പിണറായി വിജയൻ നാട്ടിലേക്ക് പൊതുനിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അതെ, എന്തിനാ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി മനുഷ്യനെ ബുദ്ധിമുട്ടി? ജനങ്ങളെ ജീവിക്കാനും അവർക്ക് മുന്നോട്ട് പോകാനും ഈ പറയുന്ന അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനുമായിട്ടാണ് ഒരു ഭരണകൂടം. അതിനു വേണ്ടിയിട്ടാണ് ഒരു മുഖ്യമന്ത്രി വേണ്ടത്. അല്ലാതെ ജനങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ അവരെ പട്ടിണിക്കിടാനും വേണ്ടിയിട്ടല്ല.